Hello guys, welcome to my YouTube channel Dreamy's World. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകുന്നൊരു ഡേ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ സ്കൂൾ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എങ്ങനെ സ്കൂളിൽ പോകുന്നതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ആയി വീഡിയോ ഇട്ടിട്ട് ക്ലാസ്സൊക്കെ തുടങ്ങിയപ്പോൾ കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ നമ്മൾ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് എഡിറ്റ് ചെയ്താൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്തിടും കേട്ടോ. വൈകിട്ട് ഇടാൻ പറ്റും, എന്തായാലും പറ്റുവാണെങ്കിൽ ഇങ്ങനെ ഇടും, ഇല്ലെങ്കിൽ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് ഞാൻ മുടി കെട്ടാൻ പറ്റും. പല്ല് ബ്രഷ് കാര്യങ്ങളൊക്കെ തേച്ച് കഴിഞ്ഞു. ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിനി മുടി കെട്ടാം. അപ്പം ഈ മുടിയുടെ നടുഭാഗം ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റും, മിക്കുമ്പോൾ നടുഭാഗം ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് മുടി കെട്ടാം. എൻ്റെ മുടി പിന്നിടണമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഷോർട്ടാണ്, പിന്നിടാൻ പറ്റും. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് സാലറി കെട്ടാം. നമുക്ക് മുടി കെട്ടാം. അപ്പം നമുക്ക് മുടി കെട്ടാം. വൈറ്റ് ബണ്ണാട്ടോ നമുക്ക്. ഞാൻ ഓൾറെഡി ചീപ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മുടി കെട്ടാം. അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോഴും കെട്ടുന്ന പോലെ ഒന്നും കെട്ടാൻ പറ്റില്ല. വേറെ രീതി കെട്ടാൻ വിചാരിക്കുന്നുണ്ട്. ജസ്റ്റ് പോകുന്നത് നമുക്ക് ഇപ്പോൾ സമയം വന്നിട്ട് 7:05 ടൈം വന്നിട്ട് കുറച്ച് മുടി ഇട്ടിട്ട് കെട്ടാൻ പറ്റുമോ? ജബ്ലോണ്ട് തോന്നിയിട്ട് ഫാമിലിയായിട്ട് ഫിക്സ് ഞാൻ സമയം ഒരു സൈഡും കൂടെ വേണ്ടി തോന്നുന്നില്ല. ഒരു സൈഡിലൊന്നും ഈ രീതി കെട്ടാൻ പറ്റിയ കെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ മുടി കെട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ കെട്ടാറ് എന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ എപ്പോഴും നോർമൽ രീതിയിലായിരുന്നു. ഇന്നെന്തോ ഒരു സ്റ്റൈലൊക്കെ കെട്ടണമെന്ന് തോന്നി. ഞാൻ സ്റ്റൈലൊക്കെ കെട്ടി. എനിക്ക് ഏറ്റവും സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഫേസിൽ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ കാണാം.
അതിപ്പോൾ തന്നെ ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ലിപ് ബാം യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കൂളിൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ പാടില്ല, സ്കൂളിൽ എൻ്റെ ക്ലാസ് യൂസ് ചെയ്യാൻ പാടില്ല, ഫൈനാണ്. സോ അതുകൊണ്ട് ലിപ് ബാം യൂസ് ചെയ്ത് കളറില്ലാത്ത ലിപ് ബാം ഉണ്ട്, ഇതൊരു ടൈപ്പ് കളറില്ലാത്ത ലിപ് ബാം. അറിയത്തില്ലല്ലോ, ഞങ്ങൾ അറിയുന്നില്ലല്ലോ. ആ ലിപ് ബാം ഇടുന്നതാണ് അതിൽ ചുണ്ട് പെട്ടെന്ന് കൊടുക്കുന്ന ടൈപ്പ്, അപ്പോൾ അതുകൊണ്ടായിട്ട് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ഓവറാക്കാം, ഞാൻ ലിപ് ബാം ഇട്ടിങ്ങനെ കൊടുക്കും. സെറ്റ്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഐലൈനർ വരച്ചെടുക്കാം. ഇതൊരു കളർഫുൾ എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ഐലൈനറാണ് കേട്ടോ. അപ്പം ഐലൈനർ വരച്ചു കൊടുക്കാം. ഐലൈനർ വരച്ചിട്ട് കാണാം, എനിക്ക് ഇത് നോക്കി വരയ്ക്കാൻ പറ്റില്ല, അപ്പം ഐലൈനർ വരച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ ഐലൈനർ വരച്ചിട്ടുണ്ട്, പൊട്ടിട്ടുണ്ട്. എൻ്റെ തീരെ കുഞ്ഞാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എനിക്ക് വാലിടുന്ന തീരെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് വാലിട്ടാണ്. പിന്നെ ഐലൈനർ വരച്ചിട്ട് ഞാൻ ഫേസ് ഇത്ര ചെയ്യത്തുള്ള, കൂടുതലൊന്നും ചെയ്യാറില്ല. ലിപ് ബാം ഐലൈനർ ഞാൻ ഇടാറുണ്ട്, അപ്പോൾ അത് ചെയ്തു. നമുക്ക് യൂണിഫോം ഇടണം, യൂണിഫോം ഇട്ട് റെഡി ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ യൂണിഫോം ഇട്ടാൽ ഇതാട്ടോ ഞങ്ങളുടെ യൂണിഫോം, വൈറ്റ് ഷർട്ട് ആൻഡ് കോട്ടാണ് ഇരിക്കുന്നത്, അല്ല ടീഷർട്ട് അല്ല ഷർട്ട് ആൻഡ് കോട്ട്. പിന്നെ ഇതിലൂടെ പാൻറ്റും വരും, ഈ ഒരു സെയിം കളർ പാൻറ്റും വെക്കാം. ഇതാട്ടോ ഞങ്ങളുടെ യൂണിഫോം. അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞു. എനിക്ക് ഇത്ര വിളിക്കൊക്കെ ഉള്ളൂ, പക്ഷേ ഞാൻ വാച്ച് ഇടും. ദിസ് ഇസ് മൈ വാച്ച്. വാച്ചില്ലാത്ത ജീവിതം ലേഡീസ് ആൻഡ് മോതിരം, ഒരു മാതാവിൻ്റെ ഒരു മോതിരം കേട്ടോ, അതാണ് ഇടുന്നത്. എനിക്ക് വേറെ കുറേ മോതിരങ്ങളുണ്ട്, ബട്ട് ഞാൻ ഇതാണ് ഇടുന്നത് ഇപ്പം. ആൻഡ് വാച്ച് ഇത്രേ ഉള്ളൂ. ഞാൻ റെഡി ആയി കഴിഞ്ഞു. സിമ്പിൾ റെഡി, ഗെറ്റ് റെഡി വിത്ത്. ഇനി ഞാൻ ക്ലാസ്സിന് വന്നിട്ടുള്ള വ്ളോഗും കാര്യങ്ങളും ഇതിലോട്ട് ചേർക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. പിന്നെ ഫുഡ് കഴിക്കുന്നില്ല, ഫുഡ് കഴിക്കുവാണെങ്കിൽ കാണിക്കാം, കഴിച്ചില്ലെങ്കിൽ കാണിക്കില്ല. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. എപ്പോൾ ടൈം വന്നിട്ട് എനിക്കൊരു 8:35 കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു 7:35 കഴിഞ്ഞു, എനിക്ക് 8 മണിക്ക് ഇറങ്ങണം. അപ്പം എന്തെങ്കിലും പഠിച്ചിട്ട് പോകണം. പിന്നെ ഞാൻ സ്കൂളിൽ കഴിഞ്ഞ് വന്നിട്ട് ഉള്ള വിശേഷങ്ങളൊക്കെ കാണിക്കണ്ടോ. എൻ്റെ രാവിലത്തെ റൊട്ടീനും കാര്യങ്ങളും ഇത്ര ഉള്ളൂ, ഇനിയൊന്നും ഇല്ല. ഇനി ഞാൻ സ്കൂളിൽ പോകുമ്പോൾ തിരിച്ച് അതേപോലെ വന്നിട്ട് ഉള്ളതൊക്കെ കാണിക്കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. പിന്നെ ആണ് കേട്ടോ വൈകിട്ട് ബൈ. ഹായ് ഗൈസ്, എനിക്ക് സ്കൂളിൽ വിട്ട് വന്നപ്പം വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് മഴയൊക്കെ നനഞ്ഞാണ് വന്നത്. അപ്പോൾ എനിക്ക് സ്കൂളിൽ വിട്ട് വന്നപ്പോൾ വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പം എനിക്കൊന്നൊരു 6-7 മണിയൊക്കെ അപ്പോൾ വ്ളോഗ് കഴിയുന്നത്. ബാക്കി വൈകിട്ടത്തെ സ്കൂൾ കഴിഞ്ഞ് എന്നെ വ്ളോഗ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ മറന്നു, രണ്ടാമത്തെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, മഴ നനഞ്ഞൊക്കെ വന്നു. അപ്പോൾ എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ വിചാരിച്ചു ബാക്കി ഇപ്പോൾ എടുക്കാമെന്ന് വെച്ചു. എനിക്കവിടെ നോട്ട് എഴുതാനുണ്ട്, വിചാരിച്ചു അതൊക്കെ ചേർത്ത് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം നോട്ട് ഫിസിക്സിൻ്റെ നോട്ട് ഫിസിക്സ് എന്ത് പഠിപ്പിച്ചു തുടങ്ങി, അപ്പോൾ അതിന് നോട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫിസിക്സിൻ്റെ നോട്ട് നമുക്ക് എഴുതി തുടങ്ങാം. ഫിസിക്സ് നമുക്ക് ഇന്ന് പഠിപ്പിച്ചു തുടങ്ങിയിട്ട് അതിൻ്റെ നോട്ട് കുറച്ചേ ഉള്ളൂ. നമുക്ക് ഇന്ന് തൊന്നുകൊണ്ട് അത്യാവശ്യം നല്ല കുറവാണ് നോട്ടൊക്കെ. അപ്പം അതുകൊണ്ട് നമുക്ക് അപ്പം എഴുതി പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് വേറെ വീഡിയോസ് ഏതൊക്കെ ഇടണം എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് അങ്ങനെ എന്താ പറയുക എടുത്തും വെച്ചിട്ടാണ്. എനിക്കിപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് പിന്നെ എന്താ പറയുക അങ്ങനെ, അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ ടൈം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ മാത്സിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വീഡിയോസ് ടൈം കിട്ടില്ല, അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ
അപ്പോൾ രാവിലെ പോയി തേച്ചൊക്കെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ വൈകിട്ട് ദിവസം വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിപ്പിട്ടില്ല. അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ മഴയൊക്കെ നല്ല ഭയങ്കരമായിട്ട് ഷൂ കഴിക്കുന്നത്. അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, മറന്നും പോയി. പിന്നെ വൈകിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ വിളിച്ച് എടുക്കാൻ പറ്റുന്നത്. ഞാൻ വിളിച്ചു ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പം ഷൂട്ട് ചെയ്യാം. പിന്നെ നാളെ തന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഡേ ആണ്, എൻസി ഡേ ആണ്. സോ ഞങ്ങൾക്ക് നല്ല പ്രോഗ്രാം സെറ്റ് ആയതുകൊണ്ട് ഞാൻ പഠിപ്പിക്കില്ല, എന്നാലും തന്നെ പറ്റി. നാളെ പ്രത്യേകിച്ച് ആകുന്നില്ല. പക്ഷെ നമുക്ക് അന്നുള്ളത് നോട്ട് കഴിപ്പിട്ട് എന്തെങ്കിലും എളുപ്പമല്ലേ. അതുകൊണ്ടൊക്കെ ഞാൻ ക്ലിയറായിട്ട് പോകും. നമുക്ക് നോട്ട് ചെയ്യണം. ഇവിടെ ചിലപ്പോൾ സ്പീഡൊക്കെ ഉണ്ട്. കാരണം നിങ്ങൾ ഒരു ലാംഗ്വേജ് ഉണ്ടാകും, ചിലപ്പോൾ സ്പീഡൊക്കെ ഉണ്ട് ചെയ്യുന്നത്. ഇത് എന്തൊക്കെ ചെയ്തില്ല, ഇത് എന്തൊക്കെ മഴയല്ല ഇങ്ങനെ എനിക്ക് മാറില്ല ഒരു മെയ്ഡ് തന്നെ. ഇത് നമുക്ക് ക്ലിയറാക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ്റെ സ്ഥലമുണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ സ്ഥലം എടുത്തിരിക്കുന്നത്
ഒറ്റയ്ക്കുണ്ട് ഗൈസ്. നമ്മുടെ വീട് ഭയങ്കര ലാങ്ങാണ്. ഇവിടെയൊക്കെ കുറച്ച് സ്പീഡാക്കിയതാണ്. ഒരു ലാങ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെങ്കിൽ, സ്കൂൾ ഡ്രോപ്പിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അപ്പം ലൈക്ക്, ഷെയർ ആൻഡ്